आज हम मैथिली शरण गुप्त की कविता आर्य पढ़ेंगे। राष्ट्रकवि मैथिली शरण गुप्त खड़ी बोली हिंदी कविता के प्रथम महत्वपूर्ण कवि हैं। मैथिली शरण गुप्त രാഷ്ട്രകവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈഥിലി ശരൺ ഗുപ്ത് ഖടീബോലി ഹിന്ദി കവിതയിലെ പ്രഥം മഹത്വപൂർണമായ കവിയാണ്. ഏറ്റവും ആദ്യത്തെ മഹത്വപൂർണനായ ശ്രേഷ്ഠനായ കവിയാണ് मैथिली शरण गुप्त. महावीर प्रसाद द्विवेदी की प्रेरणा से उन्होंने खड़ी बोली को अपनी रचनाओं में काव्य भाषा बनाई. മഹാവീർ പ്രസാദ് ദ്വിവേദി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയുടെ ഖടി ബോലി ഹിന്ദിയുടെ വികാസത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി. അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് मैथिली शरण गुप्त ഖടി ബോലിയെ തൻ്റെ രചനകളിൽ കാവ്യഭാഷ ആക്കിയത്. पंचवटी, यशोधरा, जयद्रथवध, साकेत आदि उनकी महत्वपूर्ण रचनाएं हैं. मैथिली शरण गुप्तिൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് പഞ്ചവടി, ജയദ്രഥവധ്, यशोधरा, साकेत മുതലായവ. आर्य नामक कविता में गुप्त जी भारतीय समाज के अधोपतन को देखकर अपना दुख प्रकट करते हैं. ആര്യ എന്ന് പറഞ്ഞ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ള കവിത ആര്യ എന്നാണ്. ആര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനതയാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആര്യ എന്ന് പറഞ്ഞ കവിതയിൽ ഗുപ്തജി ഭാരതീയ സമൂഹത്തിൻ്റെ അധപ്പതനം കണ്ടിട്ട് തൻ്റെ ദുഃഖം വ്യക്തമാക്കുകയാണ് ഈ കവിതയിലൂടെ. കവിത നോക്കുക. ഹം കോൻ थे, क्या हो गए हैं और क्या होंगे अभी, आओ विचारें आज मिलकर ये समस्याएं सभी. ഇവിടെ കവി പറയുന്നത് എന്താ? भारत के गौरवपूर्ण अतीत का याद दिलाते हुए कवി पूछते हैं. ഭാരതത്തിൻ്റെ ഗൗരവപൂർണമായ മഹത്തായ അതീതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലം. അപ്പം ഭാരതത്തിൻ്റെ പ്രാചീനമായ കാലത്തെ ഓർത്തുകൊണ്ട് കവി ചോദിക്കുകയാണ്, ഇന്നത്തെ ഭാരതവാസികളോട് ചോദിക്കുകയാണ്. ഹേ ഭാരതവാസി, ഹം കോൻ थे, ഞങ്ങൾ ആരായിരുന്നു? ആജ് ഹം ക്യാ ഹോ ഗേ ഹം, നമ്മൾ ഇന്ന് ആരായി മാറിയിരിക്കുകയാണ്? നമ്മുടെ അവസ്ഥ ഇന്ന് എന്താണ്? और ആകെ ഹം ക്യാ ഹോങ്കെ, ഇനി ഭാവിയിലും നമ്മൾ ആരായിത്തീരും എന്നതിനെ കുറിച്ചിട്ട് विचार करने के लिए, सोचने के लिए, इन सभी समस्याओं का समाधान मिलने के लिए हम सबको मिलकर विचार करना है. ഇനി ഭാരതത്തിൻ്റെ വിശേഷതകളാണ് ബാക്കിയുള്ള വരികളിൽ പറയുന്നത്. ഭൂലോക കാ ഗൗരവ്, प्रकृति का पुण्य लीला स्थल कहाँ, फैला मनोहर गिरी हिमालय और गंगाजल कहाँ. प्रकृति का पुण्य लीला स्थल है भारतवर्ष. भूलोक का गौरवपूर्ण स्थान है. हमारा भारत एक गौरवपूर्ण स्थान है. फैला मनोहर गिरी हिमालय, ऊंचा हिमालय पर्वत यहाँ फैला हुआ है. भारत के उत्तरी दिशा में है हिमालय पर्वत. और उसी प्रकार गंगा जल भारत में ही है. गंगा नदी पवित्र नदी है, वो भी भारत भूमि में ही है. इस प्रकार ऊंचा हिमालय पर्वत, पवित्र गंगा नदी आदि भारत की प्राकृतिक संपत्ति है. संपूर्ण देशों से अधिक किस देश का उत्कर्ष है उसका कि जो ऋषि भूमि है वो कौन भारतवर्ष है. ഇവിടെ കവി പറയുന്നത് എന്താ? ഭാരത് ഋഷിയോം കോ ജന്മ ദേനെ വാല ഋഷിഭൂമി ഹെ. ഋഷിമാർക്ക് ജന്മം കൊടുത്ത ഭൂമിയാണ്, ഋഷിഭൂമിയാണ് ഭാരത്. ഋഷിയോം കോ ജന്മ ദേനെ വാലെ ഉസി പ്രകാർ തപോവനം സെ യുക്ത് ഹെ. തപോവനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഋഷിമാർ ഈ തപോവനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്, തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ ജ്ഞാനം നേടിയത്. അപ്പോൾ തപോവനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ജ്ഞാൻ ജ്യോതി ജഗാനെ വാലെ ഭാരത് കാ ഉത്കർഷ് അന്യ ദേശോം സെ അധിക ഹെ.
ഋഷിമാർക്ക് ജന്മം കൊടുത്തതും തപോവനങ്ങളുമായി കൊണ്ടു നിറഞ്ഞതും അതുപോലെ ജ്ഞാൻജ്യോതി ജ്ഞാനമാകുന്ന പ്രകാശം ഉണർത്തിയതുമായ ഭാരതത്തിൻ്റെ ഉയർച്ച മറ്റു ദേശങ്ങളിൽ നിന്നും വളരെ അധികമാണ്. അപ്പം ഭാരതത്തിൻ്റെ മഹത്വം മറ്റു ദേശത്തേക്കാളും കൂടുതലാണ്. ഇനി അടുത്ത വരി നോക്കുക. യ പുണ്യഭൂമി പ്രസിദ്ധ ഹെ, ഇസ്കെ നിവാസി ആര്യ ഹെ, വിദ്യാ കലാ കൗശൽ സബ്കെ ജോ പ്രഥം ആചാര്യ ഹെ. ഇവിടെ ഭാരതത്തിൻ്റെ സവിശേഷതകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പുണ്യഭൂമി, ഭാരത് കെ നിവാസി ആര്യ थे. ആര്യന്മാരായിരുന്നു ഭാരതത്തിലെ നിവാസികൾ. പ്രാചീന ഭാരതത്തിൽ നിവസിച്ചിരുന്നവർ, താമസിച്ചിരുന്നവർ ആരായിരുന്നു? ആര്യന്മാരായിരുന്നു. ഇനി അവരുടെ ഗുണങ്ങൾ: വിദ്യ കലാകൗശല്യ സബ്കെ ജോ പ്രഥം ആചാര്യ ഹെ. നമ്മുടെ പൂർവികരായ ആര്യന്മാർ വിദ്യ കലാകൗശൽ ഇതിലൊക്കെ പ്രഥമ ആയിട്ടുള്ള, ആദ്യമായിട്ടുള്ള, ഫസ്റ്റിലുള്ള ആചാര്യന്മാരായിരുന്നു. संतान उनकी आज यद्यपि हम अधोगति में पड़े पर चिन्ह उनकी उच्चता के आज भी कुछ है खड़े. आज उनकी संतान, संतान എന്ന് പറഞ്ഞാൽ മക്കൾ, ഉൻകി സന്താൻ ആജ് അധോഗതിമേ പടി ഹെ. അധോഗതി, ഇന്ന് അധോഗതിയിലാണ്, പതനത്തിലാണ്. പതൻമേ ഉൻകി സന്താൻ പടുകയി ഹെ. ഇന്ന് അതേ ആര്യന്മാരുടെ മക്കളായ അവരുടെ തലമുറക്കാരായ നമ്മൾ അധപ്പതനത്തിൽ ആയിരിക്കുകയാണ്. ആജ് ഹമേ ഐസാ നഹി ഹോനാ ചാഹിയേ, ആജ് ബി ഉൻകി ഉച്ചതാ കെ ചിഹ്ന് ഖടേ രഹതേയും. നമുക്കിങ്ങനെ അധപ്പതനത്തിലാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഉൻകി ഉച്ചതാ കെ ചിഹ്ന് ഖടേ രഹതേയും. ഇന്നും അവരുടെ ഉയർച്ചയുടെ ചിഹ്നങ്ങൾ നമുക്കിവിടെ നിലനിൽക്കുന്നത് കാണാം. ये आर्य ही थे जो कभी अपने लिए जीते न थे. ഇനി ആര്യന്മാരുടെ സവിശേഷതകളാണ് അടുത്ത സ്റ്റാൻസയിലും പറയുന്നത്. യേ ആര്യ, ഈ ആര്യന്മാർ, അതായത് ഹമാരെ പൂർവജ് കഭി ബി അപ്നെ ലിയെ നഹി ജീത്തേ थे. അവർ ഒരിക്കലും അവരവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി ജീവിച്ചിരുന്നവർ അല്ല. വേ സ്വാർത്ഥരത് ഹോ മോഹ് കി മദിര കബി പീത്തെ ന थे. വേ മോഹ് കെ സ്വാർത്ഥി നഹി थे. അവർ സ്വാർത്ഥി അല്ലായിരുന്നു, സ്വാർത്ഥരല്ലായിരുന്നു. വേ പരോപകാർ കർത്തേ थे. അവർ സ്വാർത്ഥരല്ലാതെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്തിരുന്നവരും ആയിരുന്നു. വേ മദിര കബി പീത്തേ നഹി थे. അവർ ഒരിക്കലും മദ്യം കഴിച്ചുമില്ല. വേ മന്ദിനി തലിമേം സുകൃതി കെ ബീജ് ബോധേത്തെ സദാ. അവർ സാധാരണയായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? എല്ലാ ദിവസവും ഹമേശ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വേ മന്ദിനി തലിമേം, തലി എന്ന് പറഞ്ഞാൽ നീച്ചെ, മന്ദിനി കെ നീച്ചെ, ഭൂമി കെ നീച്ചെ യാ ജമീൻ കെ നീച്ചെ സത്കർമ്മ കെ ബീജ് ബോധേത്തെ. അതായത് ഭാരതഭൂമിയിൽ അവർ സത്കർമ്മത്തിൻ്റെ വിത്താണ് പാകിയിരുന്നത്. സുകൃതി എന്ന് പറഞ്ഞാൽ സത്കർമ്മ, ബീജ് ബോന എന്ന് പറഞ്ഞാൽ വിത്ത് പാകുക. അപ്പോൾ അവർ എന്തു ചെയ്തു? അവർ ഭൂമിയിൽ, ഈ ഭാരതഭൂമിയിൽ സത്കർമ്മത്തിന് വിത്തുപാകി. അവർ സത്കർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരദുഃഖ് ദേഖ് ദയാലുദാസെ ദ്രവിത് ഹോത്തേ തേ സദാ. പരദുഃഖ് എന്ന് പറഞ്ഞാൽ ദൂസരോം കാ ദുഃഖ്, ദൂസരോം കെ ദുഃഖ് കോ ദേഖ് കർ ഉൻകാ മൻ ദ്രവിത് ഹോത്താത്ത. അവരുടെ മനസ്സ് ദ്രവിത് ഹോന, ദ്രവിത് ഹോന എന്ന് പറഞ്ഞാൽ അലിയുക, അവരിൽ മനസ്സ് അലിയുകയും ചെയ്തിരുന്നവരാണ്. വേ ബഡേ ദയാലുഥേ. അവർ എങ്ങനെയുള്ളവരായിരുന്നു? ദയാലുത ഉള്ളവരാണ്, അതായത് ദയാലുഥേ, അവർ ദയാലുക്കളും ആയിരുന്നു. സംസാർ കെ ഉപകാരഹിത് ജന്മ ലേത്തെ थे सभी निश्चेष्ट होकर किस तरह से बैठ सकते थे कभी. സംസാർ കെ ഉപകാർ കെ ലിയെ ആര്യ ജന്മ ലേത്തെ थे. ഉപകാരഹിത് എന്ന് പറഞ്ഞാൽ ഉപകാര കേലിയെ എന്നാണ് അതിനർത്ഥം. അപ്പം സംസാർ ലോകത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ജന്മം എടുത്തിരിക്കുന്നവരാണ് നമ്മുടെ ആര്യന്മാർ, നമ്മുടെ തലമുറ, നമ്മുടെ പൂർവികർ. നിശ്ചേഷ്ട ഹോക്കർ
किस तरह से बैठ सकते थे कभी, वे निश्चेष्ट होकर कैसे बैठ सकते हैं, अर्थात वे कभी भी निश्चेष्ट होकर बैठ नहीं सकते। फैला यो यहीम से ज्ञान का आलोक सब संसार में, जागी यहीम थी जग रही जो ज्योति अब संसार में। हमारे देश से ആലോക്, ആലോക് എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇവിടെ ജ്ഞാൻ കാ ആലോക് എന്നാണ്, ജ്ഞാനത്തിൻ്റെ പ്രകാശം സംസാർമേ പൂരേ സംസാർമേ ഫൈലായാകെ, നമ്മുടെ ദേശത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ജ്ഞാനത്തിൻ്റെ പ്രകാശം പരന്നത്. ജ്ഞാൻ കാ പ്രകാശ് സബ്സെ പഹലെ യഹാം ഉദിത് ഹുവാ था, അതായത് ജ്ഞാനത്തിൻ്റെ പ്രകാശം ഏറ്റവും ആദ്യം ഭാരതത്തിലാണ് ഉദയം കൊണ്ടത്. വേ മോഹബന്ധൻ മുക്തത്തെ സ്വച്ഛന്ദത്തെ സ്വാധീനത്തെ സമ്പൂർണ്ണ സുഖ സംയുക്തത്തെ വേ ശാന്തി ശിഖരാസീൻ थे. ഹമാരെ പൂർവജ് മോഹബന്ധൻ സെ മുക്ത് थे, അവർക്ക് മോഹബന്ധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മോഹമുണ്ടായിരുന്നില്ല. വേ സ്വച്ഛന്ദ थे, വേ സ്വച്ഛന്ദ രൂപ സേ വിചാർ കർണേ വാലേ थे, അവർ സ്വതന്ത്രരായി, സ്വച്ഛന്ദ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാണ്, അതായത് സ്വതന്ത്രമായി വിചാർ കർണേ വാലേഹിം സോച്ചിനേ വാലേഹിം, അവർ ചിന്തിക്കുന്നവരാണ്. സ്വച്ഛന്ദത്തെ സ്വാധീനത്തെ, വേ സ്വാധീനത്തെ അവർ സ്വതന്ത്രരാണ്, അതായത് വേ പരാധീനഹിന്തെ മറ്റുള്ളവരുടെ അധീനതയിലല്ലായിരുന്നു, അവർ ഗുലാം ബി നിഹിന്തെ അവർ അടിമകളുമായിരുന്നില്ല, വേ ഗുലാം നിഹിംതെ. സമ്പൂർണ്ണ സുഖ സംയുക്തത്തെ സമ്പൂർണ്ണ സുഖ ഉനോനെ പായാഹെ. വേ ശാന്തി ശിഖരാസീനത്തെ വേ ശാന്തിക്ക് ശിഖർ പർ, ശിഖർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഉയരത്തിൽ, അതായത് ശാന്തിയുടെ ശിഖരത്തിൽ ആസീൻ थे, ആസീൻ ഹോന എന്ന് പറഞ്ഞാൽ ബൈഠിന, വേ ശാന്തിക്ക് ശിഖർ പർ ബൈഠിനെ വാലേ थे. मन से वचन से कर्म से वे प्रभु भजन में लीन थे. മനസ്സെ മനസ്സുകൊണ്ടും, വചൻ സെ വാക്കുകൊണ്ടും, കർമ്മ സെ കർമ്മം കൊണ്ടും, അതായത് മനസ്സാ വാച കർമ്മണ വേ പ്രഭു ഭജൻ മേ ലീനത്തെ, ലീനരഹിന എന്ന് പറഞ്ഞാൽ മുഴുകുക, ഭക്തിയിൽ മുഴുകി. പ്രഭുക്കെ ഈശ്വരക്ക് ഭജൻ മേ, ഈശ്വരക്ക് ഭജൻ മേ അതായത് ഈശ്വര ഭക്തി മേ ലീന थे, അവർ ഈശ്വരഭക്തിയിൽ മുഴുകിയിരുന്നവരുമായിരുന്നു. വിഖ്യാത ബ്രഹ്മാനന്ദ് നദ് കെ വേ മനോഹർ മീൻ थे, വിഖ്യാത് എന്ന് പറഞ്ഞാൽ ഫേമസ്, ബ്രഹ്മാനന്ദ് നദ്, നദ് എന്ന് പറഞ്ഞാൽ വലിയ നദിയെയാണ് നദ് എന്ന് പറയുക. ബ്രഹ്മാനന്ദ് നദ് കെ മീൻ കെ സമാൻ थे, മീൻ എന്ന് പറഞ്ഞാൽ വേറൊരു വേർഡ് ആണ് മച്ചലി, ഹിന്ദി വാക്കാണ് മച്ചലി എന്നും പറയും. അപ്പം വേ ബ്രഹ്മാനന്ദ നദി കെ മച്ചലി കെ സമാൻ थे, അർത്ഥാത് വേ പവിത്ര ഹൃദയ വാലേ थे, ബ്രഹ്മാനന്ദം പ്രാപിച്ചതുപോലെ, അതായത് അവരുടെ ഹൃദയത്തിൽ ശുദ്ധമായിരുന്നു, ശുദ്ധ മനസ്കരാണ്. ഉസ്മേ കളങ്ക് നെഹിന്തെ അവരിൽ ഒരുപൊടി കളങ്കം ഉണ്ടായിരുന്നതേയില്ല. അപ്പം അങ്ങനെയുള്ള അവരാണ് നമ്മുടെ പൂർവികർ. ഉൻകെ പദ് പർ ഹമേ ആകെ ബഡിനാഹെ, അവരുടെ പാതയിൽ വേണം നമുക്ക് മുന്നേറുവാൻ. ഇനി ഇതിൻ്റെ വിശേഷതയാണ് അടുത്ത് പറയുന്നത്. कवि को भारतीय समाज की दुर्दशा देखकर दुख होता है. കവിക്ക് ഭാരതീയ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥ കണ്ടിട്ട് ദുഃഖം ഉണ്ടാകുന്നു. इसलिए भारतीयों को जगाने के लिए ये कविता लिखी गई है. അതുകൊണ്ട് ഭാരതീയരെ ഉണർത്തുവാൻ വേണ്ടി, ജഗാന ഉണർത്തുക, ജഗാനെ के लिए ये कविता लिखी गई है. देश प्रेम से भरी ये कविता सरल और सुरम्य है.